അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സ്വാലിഹീൻ ക്ലാസ് ഹദീസ് നമ്പർ 214. അക്രമം ഹറാമാണ് എന്നതിനെ വിശദീകരിച്ചു വന്നുകൊണ്ടും അതിൽ ഇന്ത്യപ്പോ ചൊല്ല ഉദ്ദേശം ഇന്ത്യ ചൊല്ല ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ഒരാള് സത്യം വിട്ടിട്ട് കള്ള സത്യം വിട്ടിട്ട് അയാൾ പിന്നൊരാളെ ഹക്ക് കൈവശപ്പെടുത്തിയെങ്കിൽ അള്ളാഹു അവനക്ക് നരകം നിർബന്ധമാക്കട എന്നും സ്വർഗം അള്ളാഹു അവനക്ക് ഹറാമാക്കട. അപ്പൊ ഒരു സഹാബിക്ക് ചെറിയ വിലയുള്ള വസ്തുവാണെങ്കിലോ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാറാക്കിടെ പൂലെങ്കിലും ശരി, അറാക്കും ചൊല്ലത് ഒരു മരത്തെ സാധാരണ പല്ലത്തേക്ക് ഉപയോഗമാക്കുന്നത് കോല്ലപ്പൂലായിട്ടിക്കണ്, അല്ല അത് നിസ്സാറായിട്ടിക്കണ്. ഇപ്പൊ ഞങ്ങളെ റായത്തിൽ അതില്ല, ആ റായത്തിലൊക്കെ ഒരു മരത്തിപ്പൂൽ ആറാക്കരുത് കിട്ടത്. അപ്പൊ അത് എവിടെ അതാണെങ്കിലും ശരി, അത് കൈവശപ്പെടുത്തിയെങ്കിൽ അള്ളാഹു അവനക്ക് സ്വർഗം തന്നെ ഹറാമാക്കട എന്ന് ചൊല്ലുമ്പോ പിന്നൊരാളെ ഹക്ക് കൈവശപ്പെടുത്തുക എത്രമാത്രം ഗൗരവമുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അത് ചെറിയതാണെങ്കിലും ശരിയെന്ന് ഹദീസ് നമുക്ക് നോക്കാം. 214. عن أبي أمامة إياس بن ثعلبة الحارثي رضي الله عنه أن رسول الله صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ ഖതഅ ഹഖ്ക ഇംറിഇൻ മുസ്ലിമൻ, മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഹക്കിടെ ഓർത്ത് പിടിച്ചെങ്കിൽ, ഖതഅ സാധാരണ മുറിച്ചെടുക്കലും ചൊല്ല്, അതായത് ഓൻ അത് കൈവശപ്പെടുത്തി ഓൻ എടുത്തോണ്ടെങ്കിൽ ബിയമീനിഹി സത്യമിട്ടിട്ടു, അതായത് ഓണ്ടത് അവൻ്റെതും തർക്കം പറയുമ്പോ ഓൻ അള്ളാനാ സത്യം അങ്ങനെ സത്യം ഇട്ടിട്ട് എന്താ ഓനത് പിടിച്ചത്. എന്നാ ഫഖദ് ഔജബല്ലാഹു ലഹു നാറ, അള്ളാഹു അവനക്ക് നരകത്തെ നിർബന്ധമാക്കിയ. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗത്തെ അള്ളാഹു അവനക്ക് ഹറാമാക്കിയ. ഫഖാല റജുലുൻ, അപ്പൊ കൂട്ടത്തിൽ ഒരാള് അയാൾ ചെന്ന് വഇൻ കാന ശൈഅൻ യസീറൻ, നബിയെ ചെറിയ വസ്തുവാണെങ്കിലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ. ഫഖാല, അപ്പൊ നബി തങ്ങൾ ചെന്ന് വൈൻ ഖദീബൻ മിൻ അറാഖ്, അറാഖിൽ നിന്നുള്ളതായ ഒരു പൂലാണെങ്കിലും ശരി, അറാഖിന്റെ ഒരു കോലിന്റെ പൂലാണെങ്കിലും ശരി. റവാഹു മുസ്ലിം. അറാഖ് ചൊല്ല മരത്തെ കോലിന്റെ പൂൽ പല്ലത്തേക്ക് ഉപയോഗം, അതാണെങ്കിലും ശരി. പിന്നൊരാള് അതിപ്പോ നിസാരമായിട്ട് അത് എടുത്തേൻ കണ്ടെങ്കിലും അതിപ്പോ അവിടെ നിസാരമായിട്ട് കിട്ടുമെന്നായിട്ട് കിട്ടുന്നു. അതായത് ഒരു കോലിന്റെ പൂലും ചൊന്നാൻ കണ്ടെങ്കിൽ അത് എടുക്കുക വലിയൊരു കഷ്ടം തോന്നില്ല. അപ്പൊ അത്ര ചെറിയ വസ്തുവാണെങ്കിലും അതവന്റെ അവനക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ അത് സത്യയിട്ടിട്ട് ഓൻ എന്തായിട്ട് കൈവശപ്പെടുത്തിയാൻ കണ്ടെങ്കിൽ, അല്ലെ സാധാരണ തർക്കം പറയുമ്പോ സത്യയിട്ടിട്ടായിട്ട് അതിനെ കൈവശപ്പെടുത്തരുത്. അപ്പൊ എതിർവാദി ചിലപ്പോ അവന്റെ ഇതിന് കൊന്തിന് കണ്ടെങ്കിൽ അള്ളാഹെ തൊട്ട് സത്യമായിട്ട് അവൻ വിടുകൊണ്ട. സാധാരണ ദീന് ഉള്ള ആൾമാരും ചില അള്ളാഹുടെ പേടിക്കുന്ന ആൾമാരൊക്കെ അങ്ങനെ ആയിട്ടിക്കരുത്. അപ്പൊ ചില തർക്കം വന്നവിടെ അങ്ങനെ ആയിട്ടിക്കരുത്, സത്യമായിട്ടത് നോക്കിയിട്ടായിട്ടിക്കരുത് തീർമാനം കൊടുക്കരുത്, അല്ലെ. ചില ആൾമാർ സത്യയുടെ കേൾക്കില്ല. അപ്പൊ വേണ്ടത് കണ്ടെങ്കിലും സത്യത്തിട്ടാൻ കൈവശപ്പെടുത്താൻ നോക്കില്ല. അപ്പൊ എതിർവാദി സത്യത്തിട്ട് അതിനെ കൈവശപ്പെടുത്തുക, അപ്പൊ അത് വലിയ ഗൗരവമുള്ളത് എന്നായിട്ട് റവാഹു മുസ്ലിം. 215. അദീബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു അദീബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലതായിട്ട് ഞാൻ കേട്ടെ, മനിസ്തഅമൽനാഹു മിൻകും അലാ അമലിൻ, നബി തങ്ങളുടെ നിങ്ങളിൽ നിന്ന് ഒരാളെ ഞാൻ ഒരു ജോലിക്ക് ഞാൻ ഏൽപ്പിച്ചാൽ കണ്ടെങ്കിൽ, അവനക്കൊരു ജവാബ്ദാരി ഞാൻ കൊടുത്താൻ കണ്ടെങ്കിൽ, ഒരു സ്വറത്തെ മേലെ ഫഖതമന മിഖിയതൻ, അവൻ ഒരു തൂസി ഒരു സൂചി ഉണ്ടല്ലേ അതവൻ മറച്ചു വെച്ചെങ്കിൽ, ഫമാ ഫൗഖഹു അതിനേക്കാൾ മേലെയുള്ളതോ അതവൻ മറച്ചു വെച്ചാൽ കണ്ടെങ്കിൽ, കാന ഗുലൂലൻ യഅതി ബിഹി യൗമൽ ഖിയാമ, അത് വഞ്ചിച്ചെടുത്തതായിട്ട് അതുമായിട്ട് അവന് ഖിയാമത്ത് നാളിൽ പറവും. അപ്പൊ ഞങ്ങൾ സക്കാത്ത് പിരിക്കൊബനായി ചിലപ്പോൾ ആൾമാര് നിയമിക്കും ഇന്ന, അപ്പൊ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്വത്തെടുത്ത പറകോ അല്ലെങ്കിൽ ഒരു ടാക്സ് ഇത് പിന്നെ റായത്ത് എന്തെങ്കിലും പിന്നെ സ്വത്ത് വസൂലിയാക്കുക. ഇങ്ങനെ ഇസ്ലാമിന്റെ ഗവൺമെന്റിന് ഒരു രാജാവിന് ആ രാജാവിടെ കീഴിൽ പല ആൾമാരിക്കുന്നത് സ്വത്തുകൾ. അപ്പൊ ഒരു സെഷനിൽ ഞങ്ങൾ ആളെ നിയമിച്ചാണെങ്കിൽ അതിൽ നിന്ന് ഒരു വസ്തു അവന് മറച്ചു വെച്ചാണ് കണ്ടെങ്കിൽ, സൂചിയോ അതിനേക്കാൾ മേലെയുള്ളതോ ഖിയാമത്തിനാൽ അത് എടുത്തുകൊണ്ട് പറവും. ഫഖാമ ഇലൈഹി റജുലുൻ മിന അസ്വദു മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു കറുത്ത മനുഷ്യൻ ചെന്നത്
അയാളെ അറിയുകനായി ചൊന്നിട്ടിക്കത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാള് എന്നാ നിസാരപ്പെടുത്തിയതല്ല ജണ്ടനിലക്ക് ചൊല്ലാം ഒരാളെ പരിചയാക്കുവാനായി അയാൾ ഇങ്ങനത്തെ ആളുണ്ട് ചൊല്ലാം അതേ സമയത്ത് ഒരാളെ നിസാരപ്പെടുത്തി ചൊല്ലിട്ടുണ്ട് നിസാരപ്പെടുത്തി ചൊല്ലുക തീര അപ്പൊ ആ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അയാള് എഞ്ചിനിലെത്ത് കണ്ടി അന്തുറിലേ ഈ സഹാബി ചൊല്ലേ അതീബിന് ഉമേറ റളിയല്ലാഹു ചൊല്ലേ നക്ക അയാൾ ഇപ്പൊ നോക്കിയ പോലെ അവിടെ നിങ്ങൾ അത്രക്കും ന കേട്ട എന്നത് എന്റെ കണ്ണാരെ കണ്ട വിഷയം അതുണ്ട് ഫഖാല യാ റസൂലല്ലാഹ് ഇഖ്ബിലി അന്നി അമലക അയാൾ ചൊല്ലേ നബിയെ നിങ്ങനക്ക് എടുത്ത ആ സ്വറത്തെ തിരിച്ചെടുക്കുന്നു നബിയെ നിങ്ങനക്ക് തന്ന ആ സ്വറം എന്റെ അയാൾ എന്തോ ഒരു സ്വറത്ത് നബി ഏൽപ്പിച്ചിട്ടുണ്ട് അത് തറവെടുക്കൊരു നബിയെ കാല ഒമാലക്ക നിക്കെന്തായി പോയിട്ടുണ്ട് നബി തങ്ങൾ കാല അപ്പ ചെന്തയാല് സമയത്ത് കഥപ്പോല് കഥ കഥ നീ ഇപ്പൊ ഇങ്ങനെ ചൊന്നറല്ലേ ഏനെ ഞങ്ങൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക് നിയമിച്ചിട്ട് അയാളൊരു സൂചിയോ അതിനേക്കാൾ മേലെ ഉള്ളതോ അയാൾ മറച്ചു വെച്ചെങ്കിൽ അവൻ അതുമായിട്ട് ഖിയാമത്ത് നാൾ വഞ്ചനായിട്ട് അപ്പൊ ഇയാൾ പേടിച്ചു പോയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആൾ മറയിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് അബദ്ധത്താൽ ഉണ്ടായിപ്പോയെങ്കിലൊന്ന് പേടിച്ചിട്ടായിട്ടില്ല കാലം അപ്പൊ നബി തന്നതോ ആന അക്കൂലിൽ ആനദ ഇപ്പൊ ഞാൻ ചൊല്ലേ മനസ്തമല അമലിൻ ഞങ്ങൾ ആരെങ്കിലും ഒരു അമല് ഒരു സ്വറ ആ സ്വറത്ത് വരാനെ നിയമിച്ചെങ്കിൽ കത്തീരി അതിൽ നിന്നും തെല്ലും ചൊമ്മയും എല്ലാം എടുത്തോണ്ട് വരട്ടെ അത് തെല്ലല്ലേ നാളെ കൊടുക്ക അങ്ങനെ ഇങ്ങനെ എന്ന് വെക്കണ്ട അങ്ങ് തന്നതെല്ലാം എടുത്തോണ്ട് വരട്ടെ ഫമാ ഊത്യമിന്നു അഹദ ഫമാ നുഹിയന്നു ഹന്ത എന്നിട്ട് അവന് കടന്നിട്ട് കൊടുത്താൽ പിന്നെ അതിൽ എന്താക്കിട്ട് ഉനക്ക് സമ്പലായിട്ടോ ഇതായിട്ടോ കൊടുക്കുക അതവൻ എടുത്തോട്ട് അത് തൊടണ്ടാൻ ചെന്നിട്ട് ഒന്ന് തൊട്ടതും വേണ്ട വിരോധിക്കപ്പെട്ടത് ഒന്ന് തടയട്ട് എന്നുള്ള അതിൽ നിന്ന് ദൂരത്താവട്ടെ ഇൻതഹ റവാഹു മുസ്ലിം അപ്പോ ആ സഹാബി പേടിച്ചു പോയിട്ടില്ല അപ്പൊ അയാൾ തന്നെ നബി ആ ഡ്യൂട്ടിയിൽ നിന്ന് ആ സ്ഥലത്തിൽ നിന്ന് എന്റെ ഒഴിവാക്കുറുണ്ട് നക്ക് തന്ന ആ ജവാബ്ദാരിയിൽ നിന്ന് ഒഴിവാക്കുറുണ്ട് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും കൂടി അതിനെ വിവരിച്ചു കൊടുത്തു ഞാനെന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്ഥലത്ത് ഏൽപ്പിച്ചെങ്കിൽ ആ കിട്ടിയതെല്ലാം എടുത്തോണ്ട് പറഞ്ഞു തെല്ലാണെങ്കിലും ചുമ്മാണെങ്കിലും എന്നിട്ട് നിങ്ങൾ തന്നേന്ന് കണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിൽ നിന്ന് സമ്പലായിട്ടോ ഇതായിട്ടോ തന്നേന്ന് കണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കാം അല്ലെ സക്കാത്ത് പിരിക്കുക കണ്ട് ഏൽപ്പിച്ചോണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ നിയമിച്ചോണ്ടിരുന്നത് നിങ്ങൾ ഇന്ന് ജാഗിയെ പോണം പോയിട്ട് ഈ ഭാഗത്തുള്ള സക്കാത്ത് അവകാശികളിൽ നിന്ന് സക്കാത്ത് എടുത്തോണ്ട് വരണം അത് പറമ്പത്ത് തന്നതെല്ലാം എടുത്തോണ്ട് വരട്ടെ എന്നിട്ട് പിന്നെ ആയിട്ട് കൂടെ അവൻ എന്താക്കണം എല്ലാം ഏൽപ്പിക്കണം എന്നുള്ളത് وعن عمر بن الخطاب رضي الله عنه قال 216 حديث عمر بن الخطاب رضي الله عنه قال لما كان يوم خيبر أقبل نفر من أصحاب النبي صلى الله عليه وسلم ഖൈബർ യുദ്ധമായ നാളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് ചിലർ മുന്നിട്ട് വന്നു ഫഖാലു വന്നിട്ട് അങ്ങനെ ചെന്നാൽ ഫുലാനുൻ ഷഹീദുൻ ഇന്നാലിന്ന വ്യക്തി യുദ്ധത്തിലെ ഷഹീദായിട്ട് ഓ ഫുലാനുൻ ഷഹീദുൻ ഇന്നാൾ യുദ്ധത്തിലെ ഷഹീദായിട്ട് ഹത്താ മറു അലാ റജുലിൻ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ആ യുദ്ധഭൂമിയിൽ നടക്കുമ്പോ അങ്ങ് ചൊല്ലേ ദാ ഇന്നാലിന്ന സ്വഹാബി അയാൾ ഷഹീദായത് ഈ സ്വഹാബി ഷഹീദായത് അങ്ങനെ ഒരാളറികലോട് കൂടെ പോയ ഫഖാല ഫുലാനുൻ ഷഹീദുൻ ഫുലാൻ തന്നെ ഇന്നാൾ എന്നൊരു വ്യക്തി അയാളെ പേരോട് ചൊല്ലു പേര് ആവശ്യമില്ല അപ്പൊ ഇന്നാൾ എന്നൊരു വ്യക്തി അത് അയാളും ഷഹീദ് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ല കാര്യം അങ്ങനെയല്ല ഇന്നി റഅയ്തുഹു ഫിന്നാർ ഞാൻ അയാളെ നരകത്തിൽ കണ്ട ഫീ ബുറുദത്തിൻ ഗല്ലഹ ഒരു പദപ്പ് അത് അയാൾ വഞ്ചിച്ചെടുത്തത് ഔ അബാഅത്തിൻ അല്ലെങ്കിൽ ഒരു കറുമ്പിടം അതെന്താക്കിട്ട് അയാൾ വഞ്ചിച്ചെടുത്ത റവാഹു മുസ്ലിം അപ്പൊ ഒരു പദപ്പ് അല്ലെ ഒരു കമ്പല് അയാൾ എന്താക്കിട്ട് ഓതി വെക്കിടേക്ക് മുന്നിൽ എടുത്തത് എന്നുള്ളതാണ് അപ്പൊ എന്താ അയാൾ നരകത്തിൽ ചൊല്ലുള്ള കാരണം അയാൾ ആ നരകത്തിൽ കണ്ടായിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലുന്നത് എന്താണെങ്കിൽ ഈ യുദ്ധത്തിൽ ഓഹരി കിട്ടിയത് അത് ഇപ്പൊ യുദ്ധത്തിൽ ഷഹീദായിട്ടല്ലോ അപ്പൊ അതിലോ അതിക്ക് മുന്നലായിട്ട് ഏതെങ്കിലും ഒരു നാളിലായിട്ടാവും അയാൾ എന്താക്കിയിട്ട് ഒരു യുദ്ധത്തിൽ കിട്ടിയ ഒരു ഖനീമത്ത് യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുരല്ല അവിടെ ഒരുമിച്ച് കൂട്ടണം അതിൽ നിന്നൊരു പദപ്പ് ഇയാൾ എന്താക്കിയത് ഓതി വെക്കടേക്ക് മുന്നുള്ള എടുത്തുണ്ട് അത് കാരണമായിട്ട് ഇയാൾ നരകത്തിൽ പോകുന്നുള്ള കാരണമാണ് റവാഹു മുസ്ലിം അപ്പൊ യുദ്ധത്തിൽ പോയ ആളുമാർക്ക് പോലും ഇതെന്തായിട്ട് ഈ ഒരു വസ്തു അതിപ്പോ നിസാര വസ്തു വലിയ വിലയുള്ള വസ്തു എന്തല്ല ഒരു ഭൂമി പിടിച്ചെടുത്തത് എന്തോ അല്ല ഒരാളെ അക പിടിച്ചെടുത്തെന്തോ അല്ല സ്വത്ത് ലോട്ടിയാക്കിയത് എന്തോ അല്ല അല്ലെങ്കിൽ അതെങ്ങനെ ഈ ഖനീമത്തോ അല്ലത് യുദ്ധത്തിൽ കിട്ടിയത് അത് ഇങ്ങനെ കിട്ടരുതേ ഓതി വെച്ചത് പക്ഷെ അത് ഓതി ആക്കിടേക്ക് മുന്നിൽ എടുത്തോണ്ടത് എന്നതായിരിക്കും
അപ്പൊ അയാള് നരകത്ത് പോണത് കാരണയിപ്പ് എന്നുള്ളത്. അപ്പോ പിന്നൊരാളെ ഹക്ക് ഞങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നായിട്ട് ഞങ്ങളെ കൈവശത്ത് വന്നു പോകുക. അള്ളാഹു സജ്ജനങ്ങളിൽ സാലിഹ്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും പുറത്ത് അനുഗ്രഹിക്കട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.